അപ്പൊ എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ സ്മൃതിക്കെതിരെ നമ്മുടെ കണ്ണന്റെ ജസ്ന കുറച്ച് തെളിവുകൾ ഉണ്ടെന്നും പറഞ്ഞു വന്ന അവകാശവാദം. അത് സ്മൃതി എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി കൂടെ നമുക്കൊന്ന് ആദ്യം കാണാം. അതിനുശേഷം ജസ്നയുടെ വീഡിയോയിലോട്ട് പോവാം. ഇവിടെ വെച്ച് കണ്ടു. വെറും സ്ഥലപ്പേര് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. എവിടെ വെച്ച് ആ ഒരു സ്ഥാപനത്തിന്റെ പേര് ഏത് സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് കണ്ടത്, ഏത് ദിവസം? ഓക്കെ, നമുക്ക് ചിലപ്പോൾ ദിവസം ഓർമ്മയുണ്ടാവത്തില്ല. ഏത് മാസം, ഏത് വർഷം, ഏത് ദിവസം, ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് സംസാരിച്ചിരിക്കണം, പറഞ്ഞിരിക്കണം. പിന്നെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഒരു വ്യക്തി സ്ഥിരമായി പോകുന്ന സ്ഥലമാണ്. ആ സ്ഥിരമായി പോകുന്ന സ്ഥലത്ത് നിന്ന് CCTV ദൃശ്യങ്ങൾ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. അപ്പൊ CCTV ദൃശ്യങ്ങൾ കാണിക്കാം, ഡോക്യുമെന്റൽ എവിഡൻസുകൾ കാണിക്കാം, രജിസ്റ്റർ കാണിക്കാം. അങ്ങനെ എന്തുമാത്രം തെളിവുകൾ ആ വ്യക്തിക്ക് നിരത്താം. അപ്പൊ തെളിവുകളൊന്നും നിരത്താതെ എന്റെ കയ്യിൽ തെളിവുകളുണ്ട്, ഈ തെളിവുകളൊക്കെ ഞാൻ കാണിക്കും എന്ന് പറഞ്ഞു കാര്യങ്ങൾ തുറന്നു. അപ്പൊ എത്ര വ്യക്തമായിട്ടാണ് ആ കുട്ടി കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ഒരു തെറ്റ് ചെയ്ത ഒരാളുടെ മുഖഭാവമോ കാര്യങ്ങളോ സാധാരണ പറയും കട്ടവൻ എന്തൊക്കെ ചെയ്താലും ആ കള്ളത്തരം മുഖത്ത് കാണുമെന്ന് പറയും. അപ്പൊ ഞങ്ങള് ഈ കുട്ടീനെ വിശ്വസിക്കാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, തെളിവുകളോ അല്ലെങ്കിൽ ഈ കുട്ടീനെ വ്യക്തിപരമായിട്ട് അറിയാവുന്നത് കൊണ്ടോ ഒന്നുമല്ല നമ്മൾ ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്യുന്ന അതിൻ്റെതായ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ജസ്നയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ, അതായത് ജസ്ന ചേച്ചി ഓരോ ദിവസവും ഓരോരോ വീഡിയോ കൊണ്ടുവന്ന് ചെയ്യുന്ന ഓരോ കോപ്രാണ്ടികൾ, അതിനെ കുറിച്ച് കൊണ്ടുവന്ന് കണ്ടു വരാം. കൊയിലാണ്ടി എന്ന ചേച്ചി തിരിച്ച് ഓൺലൈനിലേക്ക് സജീവമായിട്ടല്ലേ, സോഷ്യൽ മീഡിയ രംഗത്തേക്ക് സജീവമായി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് കണ്ടേ. അതിൽ ചേച്ചി പറയുന്നൊരു കാര്യമുണ്ട്. ആ പറയുന്ന കാര്യം വെറും കള്ളത്തരാണ്. കാരണം എന്താ വെച്ചാൽ, ചേച്ചി പറയുന്നത് എന്താ വെച്ചാൽ, ചേച്ചിയുടെ വീടിനോട് ചാഞ്ഞിട്ട് ഒരു മുള്ളുമുരുക്കുണ്ടായിരുന്നു. അത് വീടിന് ഭീഷണിയാവുമെങ്കിൽ അത് വെട്ടിക്കളയണ്ട്, അതിൻ്റെ കുറച്ച് നെട്ടോട്ടത്തിലായിരുന്നു എന്ന് ചേച്ചി ചുമ്മാ പറയാ. കാരണം എന്താണെന്നറിയോ, ചേച്ചിയുടെ വീട്ടിൽ അങ്ങനെ ഒരു മുള്ളുമുരുക്കുണ്ടായിരുന്നു. ചേച്ചി ഒരിക്കലും കൊയിലാണ്ടി തട്ടോളം വരില്ലായിരുന്നു. അത് ഉറപ്പുള്ള കാര്യമാണ് ചേച്ചി. പിന്നെ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ചേച്ചി നിരപരാധിയാണ്. അത് കാലം നിൻ്റെ വീട്ടുകാർക്കൊരു ദിവസം മനസ്സിലാക്കി കൊടുക്കും. ഭർത്താവിൻ്റെ വീട്ടുകാർക്ക്, നിൻ്റെ വീട്ടുകാർക്കല്ല, നിൻ്റെ വീട്ടുകാർക്ക് ആ സത്യങ്ങളൊക്കെ അറിയാം. നീ മുടങ്ങിപ്പോയി എന്ന് പറയുന്ന നിൻ്റെ ആ വ്യാജ കല്യാണം ഉണ്ടല്ലോ, വ്യാജമുടക്കുണ്ടല്ലോ, അവൻ്റെ വീട്ടുകാർക്കും അവൻ്റെ കുടുംബത്തിലുള്ളവർക്കും ഒരു കാലത്ത് അന്നൊരിക്കൽ ആ കുട്ടി പറഞ്ഞത് സത്യമായിരുന്നു എന്ന് അവരെ നാവുകൊണ്ട് പറയുന്നൊരു കാലം ഉണ്ടാവും. പിന്നെ സോഷ്യൽ മീഡിയ മുഴുവനോ എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വരുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ കൂടെ എനിക്ക് വേണ്ടി സംസാരിക്കാനും ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അത് ഈ ചേച്ചി മുതലെടുത്തിട്ട് ചേച്ചിനെ വിളിച്ചിട്ട് വീഡിയോ ചെയ്യോ പ്ലീസ്, ഞാനൊരു തെറ്റും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്, അതേപോലെ ഞാൻ ആരെയും വിളിച്ച് അപേക്ഷിക്കാനോ ആരെ കൊണ്ടും വീഡിയോ ചെയ്യിക്കാനോ നിന്നിട്ടില്ല. വീഡിയോ ഇത്രയും ആൾക്കാർ ചെയ്തിട്ടുണ്ട്, അത് ചേച്ചിയുടെ വിജയമായിട്ടല്ല കൂട്ടേണ്ടത്. അവർക്കൊരു കണ്ടന്റ് മാത്രമാണ് വേണ്ടത്. ആ കണ്ടന്റ് ഒരു 2-3 ദിവസം അതിലേക്കപ്പുറം പോകില്ല ചേച്ചിയെ. അത് കഴിയുമ്പോഴേക്കങ്ങ് പോകും. പിന്നെ യൂട്യൂബർമാർ ഭയങ്കര ഹൈപ്പിലുള്ള തംബ്ലൈനൊക്കെ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്ത് കണ്ടു. ചിലർ പറയുന്നു ഞാൻ ജയിലിലാണെന്ന് പറയുന്നു, ചിലർ പറയുന്നു പോലീസ് കൊടുത്തെന്ന് പറയുന്നു, ചിലർ പറയുന്നു വനിതാ കമ്മീഷൻ ഇടപെട്ടു എന്ന് പറയുന്നു. ആര് തന്നെ ഇടപെട്ടാലും, ഇനി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വരെ ഇടപെട്ടാലും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ റീസൺ ഉണ്ട്. പറഞ്ഞു കൊടുക്കേണ്ട ഡേറ്റ് മാസമുണ്ട് എൻ്റെ കയ്യിൽ. അതുകൊണ്ട് ഞാൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആ ഒരു മാസം ആ ഒരു ഡേറ്റിന് അവളിവിടെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ പേടിച്ചാൽ പോരെ. അപ്പം ഇവള് അത്രമേൽ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നോലെ. സർപ്പമല്ല ഞാഞ്ഞൂലാണല്ലോ മോളെ. അത്തായം മുടങ്ങാൻ ഒരു ഞാഞ്ഞൂല് മതി. അത് നിനക്കറിയില്ല. അത് നീ അറിയും നിൻ്റെ ഭർത്താവ് വീട്ടിൽ നിന്ന്. ഒക്കെ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നീ വെയിറ്റ് ചെയ്ത് നിന്നു. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ആ പയ്യനൊരു പാവാണ്. അതിൻ്റെ
ലൈഫ് ഇതുപോലൊരു ഫ്രോഡ് പെണ്ണിൻ്റെ കൂടെ ജീവിച്ച് തീർക്കേണ്ടതല്ല. പോരാത്തതിന് ഈ പെണ്ണിന് പലരുടെയും ശാപമുണ്ട്, പല കുടുംബങ്ങളുടെയും ശാപമുണ്ട് ഇവൾക്ക്. കാരണം ഇവൾ സോഷ്യൽ മീഡിയ തുറന്ന് അന്ന് തൊട്ടിട്ട് ഇവിടെ തോന്നുന്നത് അതാണ് മോളെ ദൈവം എന്ന് പറയുന്നത്. ദൈവം നാളെ അവനവൻ്റെ നാക്കുകൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കും. അപ്പം ഞാൻ ഭയക്കാത്തത്, ഞാൻ പിരിങ്ങാത്തത് എൻ്റെ അടുത്തൊരു ന്യായമുണ്ട് എന്നുള്ളതും എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നുള്ളതും ചുമ്മാ പറയുന്ന കണ്ടല്ലോ. ഞങ്ങൾക്ക് ഇതിൽ വ്യക്തിപരമായിട്ട് പറയാനുള്ള കാരണം ഒറ്റ കാര്യമുള്ളൂ. അതായത് ഞങ്ങൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള ഒരു കാര്യം, ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം നീ പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് അത് ധാർമ്മികമായിട്ടും അത് തെളിവുകൾ നിരത്തേണ്ടത് നിന്റെ കടമയാണ്. അതായത് നീ ആരോപിക്കുന്ന നീ ചെയ്തു എന്ന് ആ കുട്ടീനെ കണ്ടു, ആ കുട്ടി അബോർഷൻ ചെയ്തു, അല്ല ആ കുട്ടി മരിച്ചു, ഒരു ശിശുവിനെ കൊന്നു എന്നൊക്കെ പറയുന്ന ഒരു വർത്താനം ഇത് എവിടെയും വില പോകുന്ന ഒരു കാര്യമല്ല. ഇത് വിലരിക്കപ്പെട്ടതൊന്നുമല്ല, കേരളമാണ്. കേരളത്തിൽ ഈ പരിപാടി നിന്റെ ഈ വിലവേശലൊന്നും നടക്കത്തൊന്നുമില്ല. കാരണം അങ്ങനെയുള്ള പൊട്ടന്മാരൊന്നും അല്ല ഈ നാട്ടിലുള്ള ആൾക്കാർ. പിന്നെ നിന്റെ പൊട്ടത്തരത്തിന് ഏതെങ്കിലും പാവത്തങ്ങൾ വന്ന് വീണു എന്നുള്ള ഒരു കാരണം വെച്ചിട്ടാണ് ആ കുട്ടിയെ ആ പെണ്ണൊരു വീഡിയോ ചെയ്യാൻ കാരണം. ഞാൻ ഈ കുട്ടി എന്ന് പറഞ്ഞിട്ട് നീ വേറൊന്നും ഉദ്ദേശിക്കണ്ട. ഞാനൊരു മുസ്ലിമായ മനുഷ്യനാണ്. അതായത് നീ മുസ്ലിമാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല, പക്ഷെ ഞാൻ മുസ്ലിമാണ്, നല്ലൊരു മുസ്ലിം തന്നെയാണ്. അപ്പൊ നിനക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നിനക്ക് തെളിവുണ്ടെങ്കിൽ നീ തെളിവ് ഇതാക്ക്, തെളിവ് നീ പുറത്തുവിട്. തെളിവ് പുറത്തുവിട്ടാൽ മാത്രമേ ഉള്ളൂ തെറ്റ്. നീ ശരിയാണോ ആ കുട്ടി തെറ്റാണോ എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഇപ്പൊ യൂട്യൂബേഴ്സിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കുറിച്ച് നീ കൂടുതൽ പറയാറുണ്ട്. ആ റിയാക്ഷൻ വീഡിയോ ചെയ്യാനും നിങ്ങൾ തന്നെയല്ലേ കണ്ടന്റ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ വന്ന് തോന്നിയ ദിവസം ലൈവിൽ വന്ന് ചെയ്യുന്നോണ്ടല്ലേ ഇത് ആൾക്കാർ പ്രതികരിക്കേണ്ടി വരുന്നത്. പിന്നെ ഈ ലൈവ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്തിനാ നീ തെരഞ്ഞെടുക്കുന്നത്? നീയും അരുണേട്ടനും ചേർന്നിരുന്ന് ലൈവ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മളും ഒരുപാട് വാച്ച് ചെയ്യുന്നതാണ്. നമ്മളൊന്നും കമന്റ് വരാത്ത എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾക്കൊരു കണ്ടന്റ് വേണം. അതായത് നിങ്ങളെ കുറിച്ച് പറയണം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. അത് കണക്ക് തന്നെ ഞങ്ങളുടെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് തന്നെ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ കാര്യമാണ്. കാരണം ഞങ്ങൾ ആരുടെയും വൈദ്യുതടിച്ചിട്ടല്ല. ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് റിയാക്ട് ചെയ്യാം. കാരണം നീ നമ്മളെ കുറിച്ച് ഇപ്പൊ എന്നെ കുറിച്ചൊരു റിയാക്ഷൻ വീഡിയോ നിനക്ക് ചെയ്യണമെങ്കിൽ നീ തീർച്ചയായിട്ടും ചെയ്യാം. അപ്പൊ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മാന്യ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇതേപോലത്തെ ഉടായ്പ കേസുകളുമായിട്ട് വരുന്ന ഇവരെ ഒന്നും ഒരിക്കലും ലൈവിൽ പോലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും കാരണവശാൽ നിനക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള ഇതുണ്ടെങ്കിൽ നീ ആദ്യം പ്രൂഫ് കൊണ്ടുപോവാ. നീ കയ്യിലുണ്ട് അല്ലെങ്കിൽ അലമാരിക്കകത്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ ഉള്ളൂ. ആ പെണ്ണ് കാണിക്കുന്ന ഗെറ്റ്സെങ്കിലും ഒന്ന് കാണിക്കാനുള്ള ഒരു തന്റെ ഇടം നിനക്കുണ്ടാവട്ടെ, ചുമ്മാ വായിട്ടടിക്കാതെ. അപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ വിലയേറിയ കമന്റുകൾ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.